മുഖ്യമന്ത്രി വരുന്നത് പ്രമാണിച്ച് ആലപ്പുഴ ബീച്ചിലെ ചെറുകിട കച്ചവടക്കാർക്ക് കട തുറക്കാൻ വിലക്ക്. കട തുറക്കരുതെന്ന് കാണിച്ച് ചെറുകിട കച്ചവടക്കാർക്ക് പോലീസ് നോട്ടീസ് നൽകി. തുറമുഖ വകുപ്പിൽ പണമടച്ച് ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കുന്നവരാണ് 100-ലധികം വരുന്ന ചെറുകിട കച്ചവടക്കാർ. ആദ്യം ചില കടകൾക്ക് മാത്രമാണ് വിലക്ക് വന്നിരുന്നത്. പിന്നീട് മുഴുവൻ കടകളും തുറക്കരുതെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് കടുത്ത പ്രതിഷേധത്തിലാണ് കച്ചവടക്കാർ. നമ്മൾ ബഹുമാനിക്കുകയും നമ്മൾ ആരാധിക്കുകയും ചെയ്യാൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടി, ഞങ്ങളെപ്പോലത്തുള്ള തൊഴിലാളികളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇങ്ങനൊരു കാര്യം അറിഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നാലും ഇതിൽ പരം നമ്മൾക്ക് എന്തെങ്കിലും 10 പൈസ കിട്ടുന്നൊരു മാർഗ്ഗമായിരുന്നു. പ്രതീക്ഷയോട് കാത്തിരുന്നൊരു ദിവസമായിരുന്നു. അപ്പോൾ പെട്ടെന്നുള്ളൊരു രാത്രി 8:45 ഇതേപോലെ ഒരു പേപ്പർ വന്നിട്ട് കടകളെല്ലാം അടച്ച് പ്രവർത്തിക്കണം, എല്ലാവരും സഹകരിക്കണമെന്ന് പറഞ്ഞിരിക്കണം. ഞങ്ങളുടെ സഖാവ് എന്ത് പറ്റി ഇങ്ങനൊരു തീരുമാനം എടുക്കാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊരു ഉത്തരവില്ല. കാര്യം ഞങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ മന്ത്രി വളരെ ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് കാണിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങൾ അത്രയേറെ വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ ഇങ്ങനൊരു അടി, പുറകിൽ നിന്നുള്ളൊരു ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സങ്കടം. കാര്യം ഭാര്യയും മക്കളുമായിട്ടൊക്കെ വന്ന് ഉപജീവനം നടത്തുകയും അതേപോലെ തന്നെ 2 തൊഴിലാളികൾക്ക് ഡെയിലി ശമ്പളം കൊടുത്ത് അവരുടെ എല്ലാം അന്നമാണ് ഈ നടക്കുന്ന ബീച്ചിലുള്ള വരുമാനം. പക്ഷെ അതിൽ നിന്ന് ഇങ്ങനൊരു പ്രവർത്തനം ഉണ്ടാവും ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചത്. ഒരു 8-9 മണിയായിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് പറഞ്ഞ് ഇവിടെ നാളെ കട തുറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നാളത്തെ ഒരു ദിവസത്തെ പ്രതീക്ഷിച്ചാൽ ഇപ്പോൾ ഈ കുറേ നാളായിട്ട് കച്ചവടമൊന്നുമില്ല. ഞങ്ങളുടെ നോയമ്പൊക്കെ കഴിഞ്ഞ് പൊതുവേ കച്ചവടം ഇവിടെ മടുപ്പാണ്. അപ്പം മുഖ്യമന്ത്രിയൊക്കെ വരുന്നതല്ലേ, അപ്പോൾ കുറച്ച് ആൾക്കാർ വരുമല്ലോ. അപ്പോൾ ഇവിടെ നിന്നും പറഞ്ഞ് 1 ലക്ഷത്തിന് മേളിൽ ആൾക്കാർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അപ്പം ഞങ്ങൾ സാധനമൊക്കെ മേടിച്ച് വെക്കുകയും ചെയ്ത് മാർക്കറ്റിൽ നിന്ന് രാവിലെ പോയി മേടിച്ചോണ്ട് രാവിലെ തുറക്കാം. ഞങ്ങളുടെ ഒരു ഉപജീവന മാർഗ്ഗമാണിത്. ഞങ്ങൾക്ക് എന്തെങ്കിലും അറിഞ്ഞ് കിട്ടുന്ന സമയങ്ങളാണ്. ആ സമയത്ത് വന്നിട്ട് വൈകുന്നേരം വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് പറയുകയാണ് തുറക്കാൻ പാടില്ല എന്ന് പറയുമ്പം നമുക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നമ്മുടെ സർക്കാർ നമ്മുടെ കൂടെ ഇപ്പം പാവങ്ങളുടെ കൂടെയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം പാവങ്ങളുടെ കൂടെയാണ് പണക്കാരുടെ കൂടെയാണ് ഒന്നും അറിയാൻ വയ്യ. ഇപ്പം എല്ലാവരും അറിഞ്ഞിട്ടാണ്, ആരൊക്കെ അറിഞ്ഞിട്ടാണെന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മളൊരു പാർട്ടി പ്രവർത്തിക്കുന്ന ഒരാളുമല്ല, നമ്മളൊരു സാധാരണക്കാരനാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടി അന്നന്ന് കഴിയുന്ന വ്യക്തികളാണ് നമ്മളൊക്കെ. അല്ല ഞങ്ങളൊന്നും ഇതുകൊണ്ട് കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ട് അക്കൗണ്ട് ഇടാനൊന്നും ഇല്ല. അന്നന്ന് കിട്ടി ഞങ്ങളുടെ കുടുംബങ്ങൾ കഴിയുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രവർത്തി വരുമ്പം ഞങ്ങളെപ്പോലെയുള്ള ഒരു പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഇവർ നേരത്തെ പറയണമായിരുന്നു നമുക്കിങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന്. ഇവർ നേരത്തെ ഇൻഫോം ചെയ്യണമായിരുന്നു. ഇതൊന്നും ഇൻഫോം ചെയ്തിട്ടില്ല. പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ മാനസിക ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. നമുക്ക് ഇതിനെ വെച്ച് തന്നെ 5-6 കുടുംബങ്ങൾ ജീവിക്കണം. അരി വാങ്ങിക്കാൻ കൂടെ പൈസ ഇല്ല. കടയിലിട്ട് നമ്മൾ വേറെ വഴിയില്ല. നമുക്ക് ഏതെങ്കിലും നമ്മളൊരു ചായയും ഇതുപോലെ പൊടി എല്ലാം ഇട്ട് കൊടുക്കണം. വേറെ ഒരു കാര്യം നമുക്കില്ല. പട്ടിണിയാണെന്ന് നമ്മളെ തുറന്നില്ലെങ്കിൽ എല്ലാവരും ആ കുടുംബങ്ങളെല്ലാം ഇതാവും. എങ്ങനെയെങ്കിലും നമ്മൾ കട തുറന്നേ ആകണം. ഇല്ലെങ്കിൽ നമുക്ക് വേറെ വഴിയില്ല. നമ്മൾ അരി വാങ്ങിക്കണമെങ്കിൽ ഇതിനെ പോയി തന്നെ അരി വാങ്ങിക്കണം. വേറെ നമുക്ക് ഒരു വഴിയില്ല എന്നിരിക്കുന്നു. വേറെ നമ്മൾ ബിസിനസ് നടത്തി ഇത് പൂട്ടിയിട്ട് 5-6 കുടുംബങ്ങൾ പട്ടിണിയാവും. പെട്ടെന്നൊരു തിരിച്ചടിയായിപ്പോയി. കാര്യം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു പേപ്പർ വന്നിട്ട് പറഞ്ഞ് കട തുറക്കരുതെന്ന് പറഞ്ഞു. സാറേ, ഇത് വെള്ളക്കടയാണ്, ബജി പൊരിക്കുന്ന കടയല്ല, വെള്ളമാണ്, സ്റ്റൗവ് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് വെള്ളക്കടയാണെങ്കിലും എന്താണേലും സ്റ്റേജ് തൊട്ട് കടൽപ്പാലം വരെ തുറക്കണ്ടെന്ന് പറഞ്ഞു. അതിൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാര്യം സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തു വെച്ചതാണ്. ഇത്രയും ജനം വരുന്നതല്ലേ, കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രി വന്നിച്ച് പറയുന്നത് നിങ്ങൾ തുറക്കരുതെന്ന്. അതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇപ്പോൾ മുഖ്യമന്ത്രി വരുന്നത് അതിൻ്റെ സുരക്ഷയ്ക്കായിട്ട് ഇതെല്ലാം അടയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല, ഇത് മേളിൽ നിന്നുള്ള ഓർഡറാണ്, ചെയ്യണമെന്ന് പറഞ്ഞു. സാഹചര്യമല്ല, ഈ സ്റ്റേജ് മുതൽ കടൽപ്പാലം വരെയുള്ള കട തുറക്കരുത്, ഒരു കടയും തുറക്കാൻ പാടില്ല. ആരെങ്കിലും വന്ന് പരിശോധന നടത്തിയിരുന്നോ? എന്തെങ്കിലും അപകട സാഹചര്യം ഉണ്ടോ? ആദ്യം വന്ന് പരിശോധന നടത്തിയിട്ട് സ്റ്റൗ ഉപയോഗിക്കുന്ന എല്ലാ കടകളും നാളെ അടക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത് ഇപ്പോൾ വന്ന പേപ്പർ എല്ലാ കടകളും അടക്കണം. അപ്പം ഞാൻ പറഞ്ഞു വെള്ളം വിൽക്കുന്ന കടയാണിത്, വേറെ സ്റ്റൗ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഏതാണേലും മേളിൽ നിന്നുള്ള ഉത്തരവാണ്, തുറക്കാൻ പാടില്ലെന്ന്. വയറ്റിതടിച്ച അവസ്ഥയാണ്. അതാണ് വയറ്റിതടിച്ച അവസ്ഥ തന്നെയാണ്. ഓവറായിട്ട് സാധനവും വെള്ളവും എല്ലാം ഇറക്കി വെച്ചേക്കുവാ നമ്മള്. അപ്പം അതെല്ലാം ഇനി കച്ചവടം വരുന്നോടം വരെ ചിലപ്പോൾ നഷ്ടമാവും. നാരങ്ങാക്കാണെങ്കിലും ചീത്തയായി പോകും. മുഖ്യമന്ത്രി വരുന്നു എന്ന് കരുതുമ്പോൾ ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാവുന്ന പ്രതീക്ഷ ഇല്ല. നമ്മള് നല്ല കച്ചവടം പ്രതീക്ഷിച്ചത്. ഇത്രയും ജനങ്ങൾ ഇത്രയും കസാരയൊക്കെ വന്നപ്പോൾ വിചാരിച്ച് ഒരുപാട് കച്ചവടം പ്രതീക്ഷിച്ച് നിൽക്കുമായിരുന്നു. എന്ത് റിക്വസ്റ്റ് ആണോ ഉള്ളത്? ഇത് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് റിക്വസ്റ്റ് ആണോ മുഖ്യമന്ത്രിയോട് ഉള്ളത്? അതെ, തീർച്ചയായിട്ടും വിഷമം തോന്നുന്നു. കടം മേടിച്ചാണ് ഞങ്ങൾ ഇതൊക്കെ എടുത്തിട്ടത്. ഇനി എത്ര ദിവസം കൊണ്ട് ഇത് വിറ്റ് തീരാനാ?
അത് വളരെ വിഷമമുണ്ട്. എന്നാൽ സുഖമില്ലാത്തൊരു മനുഷ്യരാണ്. നിങ്ങളുടെ വെറും വെള്ളക്കട മാത്രമാണ് അല്ലേ? അതത്രേ ഉള്ളൂ, വെള്ളം മാത്രമേ ഉള്ളൂ. ഒരു അപകടം ഉണ്ടാക്കാൻ സാഹചര്യം ഒരു സാഹചര്യമില്ല. ഞങ്ങൾ എല്ലാവരും കൂടെ വന്ന് നിൽക്കാൻ പാപ്പയെ സഹായിക്കാന്നൊക്കെ വിചാരിച്ച് വന്ന് ആണ്. അപ്പം ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? 5-6 കൊച്ചുമക്കളും ഞങ്ങളും ഒക്കെ ഉണ്ട്, ജീവിക്കണം. അതിൻ്റെതായിട്ടുള്ള പ്രയാസമുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു 10-40 കടയുണ്ട്. അതിൽ ഈ ഭാഗത്ത് മാത്രം അതിൽ ഒരു 10-100 പേരിൽ കൂടുതൽ ജീവിതമാർഗമുണ്ട്. ഇന്ന് വന്നുവെച്ചും പെട്ടെന്ന് വന്നുവെച്ചും അടക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്ത് പറയാനാണ്? അതൊരു ഓഫീസറൊക്കെ വന്നിച്ചും അടക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിന് കാരണമെന്ന് ചോദിച്ചാൽ പറഞ്ഞ് സുരക്ഷിതത്തിൻ്റെ പേരിലാണ് അവർ അടക്കാൻ പറഞ്ഞത്. അത് നമ്മൾ മറ്റു പാർട്ടിക്കാരെല്ലാം വിളിച്ചപ്പോഴും അവരും അത് തന്നെ പറയണത്. മേളിൽ നിന്നുള്ള ഓർഡറാണ്, അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അതിങ്ങനെ ചെയ്തേ അവരുമായിട്ട് സഹകരിച്ച് പോകാനേ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് അവരും പറഞ്ഞത്. എന്താ നിങ്ങളുടെ ഒരു അവസ്ഥ? എന്താ നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയ മതിയാ. നമുക്കിപ്പോൾ നാളത്തെ ഉപജീവന മാർഗം മുടങ്ങി. അത് ഇത്രയും കടക്കാരുടെയും ഉപജീവനം നാളെ മുടങ്ങി. നാളത്തെ ഒരു സാഹചര്യം ഇത് വെള്ളം മാത്രം വിൽക്കുന്ന കടകളല്ലേ? ഇത് ഞാൻ ഐസ്ക്രീം മാത്രമാണ്. അതേപോലെ എല്ലാവരും ഓരോന്നും വിൽക്കുന്ന കടക്കാരില്ല. ആർക്കും പ്രവേശനമില്ല. ചെറിയ ഐസ്ക്രീം വിൽക്കുന്ന ആളുകൾ ഒന്നിനും ഒരു പടിഞ്ഞാട്ട് പോലും വണ്ടി ഇറക്കത്തില്ല എന്നുള്ളതാണ് തീരുമാനം. പോലീസിന്റെ തീരുമാനം അതാണ്. കപ്പലിന്റെ കച്ചവടക്കാർ ഒരു കുഞ്ഞിനെയും അകത്തോട്ട് കയറ്റത്തില്ല എന്നുള്ളതാണ്. ഇത്രയും ജനങ്ങൾ വരുമ്പോൾ വെള്ളം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് എന്താ ചെയ്യുക? അതേപോലെ ചിലപ്പോൾ അവർക്ക് കാണുന്ന സംവിധാനം അവർക്ക് കാണും. ചിലപ്പോൾ ഇതിനു മുമ്പ് ഇതേപോലെ പരിപാടി നടത്തുമ്പോൾ അവർക്ക് ഇതിന്റെ വെള്ളത്തിന്റെ ഒക്കെ സംവിധാനം അവർക്ക് ഉണ്ടായിരുന്നതാണ്. ഈ ഇത്തരം പരിപാടികൾ ബീച്ചിൽ സംഘടിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നല്ല കച്ചവടം നടക്കുന്നതല്ലേ? സ്വാഭാവികമായിട്ടൊന്നും ഇല്ല. ഈ പാർട്ടി പരിപാടി എന്ത് വന്നാലും നമുക്ക് ഉള്ള പണി കൂടെ ഇല്ലാതാകുകയാണ്. KPMSന്റെ സംസ്ഥാന സമ്മേളനം നടക്കാനിരിക്കുന്ന ആലപ്പുഴ ബീച്ചിലെ ഈ വേദിയും അതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്ന സൌകര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുതിയ വിവാദം ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി വൈകിട്ട് 4 മണിക്കാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന വേദിയിലേക്ക് എത്തുക. അതിനോടനുബന്ധിച്ച് ആലപ്പുഴ ബീച്ചിലെ ചെറുകിട കച്ചവടക്കാർക്ക് അവരുടെ കച്ചവടം നടത്തുന്നതിന് നിരോധനം ഏർപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയാനുള്ളത്. അത് പല രീതിയിൽ നിരോധനം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം, അതായത് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് പോർട്ടിന്റെ അധീനതയിലുള്ളതാണ്. ആലപ്പുഴ ബീച്ച് പോർട്ടിന്റെ അധീനതയിലുള്ളതാണ്. തുറമുഖ വകുപ്പ് ആദ്യം കച്ചവടക്കാരെ കണ്ടിരുന്നു. അവരോട് പറഞ്ഞത് ഇവിടെ പ്രവർത്തിക്കുന്ന കടകൾ, അതായത് ചില ഷോപ്പുകളൊക്കെ ബജ്ജിക്കടകളാണ്, അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ചുള്ള കടകൾ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം, അങ്ങനെയൊരു നിർദ്ദേശം മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. കടകൾ തുറക്കുന്നതിന് മറ്റ് പ്രശ്നങ്ങൾ ഒന്നും തന്നെ പോർട്ട് അറിയിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് വൈകിട്ടോടുകൂടി അത് പോലീസ് ഈ തീരുമാനം മാറ്റുകയായിരുന്നു. ആദ്യം പോർട്ട് അധികൃതർ പറഞ്ഞത് ഇത്തരത്തിൽ ഇവിടെ ഇപ്പോൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ, ചായയൊക്കെ കൊടുക്കണമെങ്കിൽ അത് ഫ്ലാസ്കിൽ നേരത്തെ തന്നെ ക്രമീകരിക്കണമെന്നുള്ള നിർദ്ദേശം. അങ്ങനെ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഈ കാണുന്ന ചെറിയ കടകൾ ഒരുക്കിയിരുന്നു എന്നുള്ളതാണ്. ചെറുകിട കച്ചവടക്കാരാണ് എല്ലാവരും, സാധാരണക്കാരായ അന്നന്നത്തെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അത്തരത്തിൽ തുറമുഖ വകുപ്പിന് കൃത്യമായി പണം അടച്ച് അവരുടെ അനുമതിയോടുകൂടി നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവർക്കാണ് ഇന്ന് ഇവിടെ ധാരാളം ആളുകൾ എത്തുമ്പോൾ സ്വാഭാവികമായും കച്ചവടം നടക്കുമെന്നുള്ള പ്രതീക്ഷ പുറത്ത് അവര് ഒരുപാട് സാധനങ്ങൾ കയ്യിൽ കരുതുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനൊക്കെ തന്നെ പ്രതിസന്ധി ഉണ്ടാക്കി എന്നുള്ളതാണ്. ആദ്യം ബജ്ജിക്കടകൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ പിന്നീട് അത് കുടിവെള്ളം ഉൾപ്പെടെ വിൽക്കുന്ന, ഐസ്ക്രീമുകൾ ഉൾപ്പെടെ വിൽക്കുന്ന കടകളിലേക്ക് മാറ്റി എന്നുള്ളതാണ്. അവരെന്ത് സുരക്ഷാ ഭീഷണിയാണ് മുഖ്യമന്ത്രിക്ക്, തങ്ങൾ എന്ത് സുരക്ഷയ്ക്ക് ഭീഷണി ഒരുക്കുന്നു എന്നുള്ള ചോദ്യമാണ് ആ സാധാരണക്കാരായ സാധുക്കളായ കച്ചവടക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം. അത് പലരും നമ്മളോട് ചോദിച്ചു. ഇന്നലെ രാത്രി തന്നെ എത്തിച്ച് കടകളെല്ലാം തന്നെ അടപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ന്യൂസ് 8 വാർത്താ സംഘം എത്തിയപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്കാണ് കണ്ടത്. പലരും കൂടുതൽ പണം കൊടുത്ത് കൂടുതൽ സാധനങ്ങൾ വാങ്ങി. ആ സാധനങ്ങളൊന്നും തന്നെ ഇനി ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ, അതായത് നാരങ്ങയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചീത്തയായി പോകും. ഒപ്പം തന്നെ ഇത്രയും കച്ചവടം ഇവിടെ ഇല്ല, അതായത് റംസാന് ശേഷം അത്ര വലിയ കച്ചവടം ഇല്ലാത്ത ദിവസം ഈ ഇത്രയധികം ആളുകൾ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് കുടിവെള്ളം ഉൾപ്പെടെ അവർ കരുതിയിരുന്നത് വിൽപ്പന നടത്താനായി. അവർക്കാണ് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നിയമാനുസൃതമായി സൗത്ത് SHOയ്ക്ക് അത്തരത്തിൽ ഒരു കടകൾ അടയ്ക്കുന്നതിന് വേണ്ടി VIP സാന്നിധ്യമുള്ള ഇടങ്ങളിൽ അത്തരം ഒരു നോട്ടീസ് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം എങ്ങനെയാണ് ഇങ്ങനെ ഒരു സർക്കാർ ഉത്തരവില്ലാതെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു നോട്ടീസ് ഇറക്കി എന്നുള്ള ചോദ്യവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. വലിയ പ്രതിഷേധമാണ്. മുഖ്യമന്ത്രി വരുന്ന ഒരു സ്ഥലത്ത് ചെറുകിടക്കാർ അവർ വലിയ പ്രത്യക്ഷ പ്രതിഷേധവുമായി വന്നില്ലെങ്കിലും അവരുടെ മനസ്സിൽ അത്തരം ഒരു സംഘർഷവും ദുഃഖവും കലർന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നുള്ളതാണ്.
ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വൈകിട്ട് 4 മണിക്കാണ് KPMSന്റെ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കാൻ എത്തുക.